ഹലോ ഫ്രണ്ട്സ്, നിഫ്റ്റി നമുക്കറിയാം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത മുതൽ നെഗറ്റീവ് ടെറിട്ടറിയിലാണ്. പ്രത്യേകിച്ചും ഇസ്രായേൽ അതുപോലെ തന്നെ US ഇറാൻ ഇഷ്യൂ ആണ് മാർക്കറ്റിനെ ഇത്രയധികം വൊളറ്റൈൽ ആക്കിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ക്രൂഡിൻ്റെ വില 2 മാസത്തെ അല്ലെങ്കിൽ ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള ഏറ്റവും വലിയ ഉയർന്ന നിരക്കിലാണുള്ളത്. ഇന്ന് ഒരവസരത്തിൽ ബ്രന്റ് ക്രൂഡ് $78 വരെ പോവുകയുണ്ടായി. ഇപ്പോൾ JP മോർഗൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയും ഇറാൻ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ വേഴ്സ്റ്റ് സിനാരിയോയിൽ ഏറ്റവും മോശം കാലാവസ്ഥയിൽ ബ്രണ്ട് $110 വരെയൊക്കെ പോകും എന്നുള്ള അനാലിസിസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഏതായാലും ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എസ്കലേറ്റ് ചെയ്ത് എത്തിയിട്ടില്ല. ഏതായാലും $110 വരെയൊക്കെ റിപ്പോർട്ടുകൾ പ്രവചിക്കുന്നു ക്രൂഡിന്. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലേഷൻ 5% മുകളിലൊക്കെ വരും. US ഇൻഫ്ലേഷൻ എസ്കലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും കോൺഷ്യസോട് കൂടി മൂവ് ചെയ്യും എന്ന് തന്നെ വിചാരിക്കുന്നു. ഗോൾഡും ഇന്ന് 1,90,000 മുകളിലേക്ക് പോവുകയുണ്ടായി 10 ഗ്രാം ഗോൾഡിൻ്റെ വില. സോ സേഫ് ഹെവൻ അസറ്റ് എന്ന രീതിയിൽ ആളുകൾ ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നു. നമ്മുടെ ക്ലയൻസിനൊക്കെ ഗോൾഡ് പീസ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും മറ്റുള്ള ട്രേഡിംഗ് ബ്രോക്കറേജ് ഫേമുകളൊക്കെ തന്നെ ഷോർട്ട് ടേമിലേക്കെങ്കിലും ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റുകളുടെ ലെവലുകൾ എന്ന് പറയുന്നത് നമ്മൾ 25,000 ഇന്നും 24,500 എന്ന് പറയുന്ന ലെവൽ ഒരു തരത്തിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു റിക്കവറി മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. നിഫ്റ്റി 24,729 ഇപ്പോൾ ഉള്ളത്. ഏതായാലും ചെറിയൊരു റിക്കവറി 24,500 താഴെ ഇന്ന് നിഫ്റ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ലോങ് ടേം വ്യൂ ആണെങ്കിൽ, അതായത് എപ്പോഴും ഓർമ്മിക്കുക, ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഒരുപാട് യുദ്ധങ്ങൾ കണ്ടു, റഷ്യ യുക്രൈൻ ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ കണ്ടു. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും ഈ യുദ്ധത്തിൻ്റെ സമയത്ത് വൊളറ്റൈൽ ആയിരിക്കും. ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ടും ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടും ഷോർട്ട് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ടും ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും ചെറിയ ലോസ് ആണെങ്കിലും എക്സിറ്റ് ചെയ്ത് മാറുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ നമ്മുടെ സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉള്ള കമ്പനികളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ, ഒരു വർഷത്തെയെങ്കിലും മിനിമം ഔട്ട്ലുക്ക് ഉണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യുക. കാരണം എപ്പോഴെങ്കിലും ഈ ഒരു വാർ കണ്ടിന്യൂസ് ആവാൻ പോകുന്നില്ല. എപ്പോഴെങ്കിലും ഇത് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് എപ്പോഴും പുതിയ ഹൈയിലേക്ക് പോകുന്ന ഹിസ്റ്ററിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ സമയത്തും. അതുകൊണ്ട് നല്ല സ്റ്റോക്കുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ഉറപ്പുവരുത്തുക. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണെങ്കിൽ ധൈര്യമായിട്ടിരിക്കുക. ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ട് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഏതെങ്കിലും ചെറിയ സമയത്തേക്കുള്ള, അതുപോലെ തന്നെ ലിവറേജ് അധികം എടുക്കാതിരിക്കുക. മിനിമം ട്രേഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മിനിമം ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ നല്ല സ്റ്റോക്കുകൾ വാല്യുവേഷൻ വൈസിൽ ഇപ്പോൾ നല്ല Q4 റിസൾട്ടിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിൽ നല്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരിക്കുന്ന കമ്പനികൾ, സെയിൽസ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഫ്യൂച്ചർ കമ്പനികൾ നല്ല രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഏവിയേഷൻ കമ്പനികൾ, ക്രൂഡ് ഉപയോഗിക്കുന്ന കമ്പനികളൊക്കെ തന്നെ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അതേസമയം ഓയിൽ ഇന്ത്യ, അതുപോലെ തന്നെ ONGC പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ക്രൂഡിൻ്റെ വില കൂടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. മറ്റു അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ